Hi friends, welcome to Easy Mathematics. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർമേഷൻ. എന്താണ് ട്രാൻസ്ഫർമേഷൻ? രണ്ടാമത്തേത് എന്താണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ? നെക്സ്റ്റ് എപ്പോഴാണ് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷന് നമ്മൾ ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ പറയാം? ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളാണ്, ചെറിയ ടോപ്പിക്കാണ്. ഫസ്റ്റ് എന്താണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. ട്രാൻസ്ഫർമേഷൻ ഓക്കെ, അഥവാ ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്കുള്ള ഒരു മാപ്പിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം അല്ലേ. നമുക്കൊരു പ്ലെയിൻ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഒരു പ്ലെയിന്, XY പ്ലെയിൻ തന്നെ വരയ്ക്കാം അല്ലേ. ദാറ്റ് ഈസ് ഇത് X ആക്സും ഇത് Y ആക്സും. ഇനി മറ്റൊരു പ്ലെയിൻ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ദാറ്റ് ഈസ് മറ്റൊരു പ്ലെയിൻ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാം. ഓക്കെ, ഇവിടെയും എന്തുണ്ട് എക്സും വൈയും ആക്സ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്, നെക്സ്റ്റ് അതുപോലെ തന്നെ Y ആക്സ് ഉണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാണ് അല്ലേ. ആ മാപ്പിനെ നമുക്ക് T എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം അല്ലേ. T എന്ന് വിളിക്കാം. അപ്പൊ T എന്നത് ഇത് ഏതാണ് സ്പേസ്? നമ്മൾ പ്ലെയിനിനെ സാധാരണ ഡിനോട്ട് ചെയ്യുക R2 എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ഇത് R2 ആണ്. നെക്സ്റ്റ് ഇതോ, ഇതും പ്ലെയിൻ ആണ്, അതുകൊണ്ട് R2 ആണ്. അപ്പൊ R2ൽ നിന്ന് R2ലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. ഇപ്പൊ T എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് R2 എന്ന പ്ലെയിനിൽ നിന്ന് അതേപോലെ R2ലേക്ക് നമ്മൾ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, എങ്ങനെ മാപ്പ് ഡിഫൈൻ ചെയ്യാം? അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇവിടുത്തെ പോയിന്റ്സ് നമുക്ക് എക്സ്, വൈ എന്ന് വിളിക്കാം. എക്സ്, വൈനെ ഇവിടുത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യാണ്. അഥവാ ഏതാണ്? x1, y1 എന്ന് വിളിക്കാം. ഓക്കെ, therefore എങ്ങനെയാണ് നമ്മൾ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് T ഓഫ് എക്സ്, y. ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് x1 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ, നെക്സ്റ്റ് 2x, 2y, അല്ലെങ്കിൽ 2x പ്ലസ് നെക്സ്റ്റ് 2x പ്ലസ് വൈ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇതൊരു മാപ്പിംഗ് ആണ് അല്ലേ. 1 എന്ന പോയിന്റിനെ നമുക്ക് എങ്ങോട്ട് മാപ്പ് ചെയ്യാം? ഇവിടെ 1 എന്ന അല്ലെങ്കിൽ 0 എന്ന പോയിന്റിന്റെ ഇമേജ് അവിടെ ഏതായിരിക്കും? ഇവിടെ എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക അല്ലേ. അപ്പൊ നമുക്ക് T ഓഫ് 0 എന്ന പോയിന്റിന്റെ ഇമേജ് അടുത്ത ഈ ഒരു പ്ലെയിനിൽ കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് 0 പ്ലസ് 0, നെക്സ്റ്റ് 2 ഇൻറ്റു 0, നെക്സ്റ്റ് പ്ലസ് 0. എന്തായിരിക്കും വരിക? that equal to that is 0, 0. ഈ കിട്ടിയ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. ദാറ്റ് ഈസ് സം x1, y1 എന്ന പോയിന്റിലേക്ക് മാപ്പ് ചെയ്തു. തേർഫോർ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈ കിട്ടിയിട്ടുള്ള പോയിന്റ് ഇതിനെ എന്ത് വിളിക്കാം? ഇതിനെ നമുക്ക് x1, ഇതിനെ കറസ്പോണ്ടിങ് y1 വിളിക്കാം. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. ഓക്കെ, എപ്പോഴാണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം? ദാറ്റ് ഈസ് ഇവിടെ ഈ മാപ്പിംഗ്, ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? x1 എന്ന് പറയുന്നത് x1 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണല്ലോ. അതുപോലെ തന്നെ y1 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 2x പ്ലസ് വൈ ആണല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള മാപ്പിങ്ങിനെ നമ്മൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. എന്തായിരിക്കണം? ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് നോക്ക്. ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റും വൈയുടെ കോഫിഷ്യന്റും അതേപോലെ ഇവിടുത്തെ എക്സിന്റെ കോഫിഷ്യന്റും ഇവിടുത്തെ വൈയുടെ കോഫിഷ്യന്റും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ എപ്പോഴാണ് ഈ രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. സിമ്പിൾ, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഈ ഒരു എക്സാമ്പിൾ T ഓഫ് xy ഈക്വൽ ടു എന്താണ്? x1 പ്ലസ് വൈ, x പ്ലസ് വൈ, 2x പ്ലസ് വൈ. ഇതൊരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം അല്ലെ. ഇത് എന്താണ്? x ആണ് അല്ലെ, x1 ആണ് അല്ലെ, ഇത് y1 ആണ്. therefore നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എന്താണ്? ദാറ്റ് ഈസ് x1 ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് x1 ഈക്വൽ ടു സം x പ്ലസ് വൈ, അതുപോലെ തന്നെ y1 ഈക്വൽ ടു 2x പ്ലസ് വൈ. ഇതെന്താണ്? ഒരു ട്രാൻസ്ഫർമേഷനാണ്. അഥവാ xy എന്ന പോയിന്റ് ഇവിടെ കിടക്കുന്നു, അതിനെ നമ്മൾ ഇങ്ങോട്ട് മാപ്പ് ചെയ്യാണ്. മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ഏതാണ്? x1, y1. ഈ x1, y1 എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഡിഫൈൻ ചെയ്തത് ദാറ്റ് ഈസ് x പ്ലസ് വൈ, നെക്സ്റ്റ് 2x പ്ലസ് വൈ. ഇതാണ് x1, y1. കുറെ കൺഫ്യൂഷൻ ആയിരിക്കും, എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തൊരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഞാൻ എഴുതാം. നമുക്ക് എന്ത് എഴുതാം? ഞാൻ തൊട്ട് മുന്നേ
ടി ഓഫ് എന്ന രീതിയുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഡാഷ്, ദാറ്റ് ഈസ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്ലെയിൻ വരയ്ക്കാൻ പോവാണ്. ഈ പ്ലെയിനിലെ 2 പോയിന്റ് ആണ് എന്ത്, എക്സ് കോമ വൈ അല്ലേ. ഈ എക്സ് ഏത് പോയിന്റും ആയോ അല്ലേ. നെക്സ്റ്റ് അതിനെ നമ്മൾ മാപ്പ് ചെയ്യാണ് അല്ലേ, മറ്റൊരു പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യാണ്. ആ മാപ്പ് ചെയ്ത് കിട്ടുന്ന പോയിന്റ് ഇത് ഉപയോഗിച്ച് നമ്മൾ എഴുതാം അല്ലെ. അഥവാ ഇവിടുത്തെ x1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ് ഡാഷ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു പക്ഷേ എക്സ് ഡാഷ് എന്നായിരിക്കും. അപ്പൊ എക്സ് ഡാഷ് ഈക്വൽ ടു സം ലീനിയർ കോമ്പിനേഷൻ എ എക്സ് പ്ലസ് a1x പ്ലസ് നെക്സ്റ്റ് b1y. അടുത്തത് നെക്സ്റ്റ് y1 എന്തായിരിക്കണം, അല്ലെങ്കിൽ y ഡാഷ് എന്തായിരിക്കണം, സം a2x പ്ലസ് സം b2y. ഓക്കെ, ഈ ഫോമിലുള്ള അഥവാ നമ്മൾ ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് a1x പ്ലസ് b1y. അടുത്തത് a2x പ്ലസ് b2y. ഇത്തരം ട്രാൻസ്ഫർമേഷനെയാണ്, ഇത്തരം മാപ്പിങ്ങിനെയാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡെഫിനിഷനിലേക്ക് വരുന്നതിനെ കുറച്ച് എക്സാമ്പിൾസ് കൊണ്ട് പറയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ദാറ്റ് ഈസ് x1 ഈക്വൽ ടു അല്ലെങ്കിൽ x ഡാഷ് ഈക്വൽ ടു 2x പ്ലസ് വൈ, നെക്സ്റ്റ് y ഡാഷ് ഈക്വൽ ടു 3x മൈനസ് വൈ. ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ് അല്ലേ. ഇനി അടുത്തത്, അപ്പൊ ഇതിന്റെ മീനിങ് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈ xy ഇവിടെ xy x ഡാഷ് കിട്ടി, ഇതാണ് x ഡാഷ്. അപ്പൊ ഇവിടുത്തെ xy-നെ എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്, x ഡാഷ് y ഡാഷിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. അഥവാ ഈ xy-നെ നമ്മൾ ഇങ്ങോട്ട് മാപ്പ് ചെയ്യുമ്പോൾ ഏത് പോയിന്റ് ആണ്, x ഡാഷ് y ഡാഷ്. എന്താണ് x ഡാഷ്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ് y ഡാഷ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് അല്ലെ. ഇത് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷനുള്ള എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ, ദാറ്റ് ഈസ് x ഡാഷ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, x മൈനസ് വൈ എന്ന് എഴുതാം. അടുത്തത് y ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം ഇല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ഇവിടെ ഞാൻ വീണ്ടും പറയാം, എക്സ് വൈ പ്ലെയിനിലെ ഈ ഒരു പോയിന്റിനെ 1 എന്ന പോയിന്റ് നമുക്ക് എങ്ങോട്ട് മാപ്പ് ചെയ്യാം, ഇതാണ് എക്സ് വൈ പ്ലെയിൻ, ഇത് വൈ എക്സ് ആക്സും ഇത് വൈ ആക്സും. അതേപോലെ ഇവിടെയും എന്തുണ്ട്, ഒരു എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. ദാറ്റ് ഈസ് R2-ൽ നമ്മൾ പ്ലെയിനിൽ നിന്ന് പ്ലെയിനിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും എന്തുണ്ട്, ഇതും എക്സ് ആക്സ് ഇത് വൈ ആക്സ്. ഓക്കെ, അപ്പോൾ 1 എന്ന പോയിന്റിന്റെ ഇമേജ് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇവിടെ ഏതാണ്, ഇതാണ് നമ്മുടെ എക്സ് കോമ വൈ എന്ന പോയിന്റ്. അതിന്റെ ഇമേജ് എന്താണ്, എക്സ് ഡാഷ് കോമ വൈ ഡാഷ്, ഇതാണ് ഇതിന്റെ ഇമേജ്. അപ്പോൾ എക്സ് വൈ എന്ന പോയിന്റിനെ നമുക്ക് എങ്ങോട്ട് മാപ്പ് ചെയ്യണം, എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന പോയിന്റിലേക്ക് മാപ്പ് ചെയ്യണം അല്ലെ. ഏതാണ് ട്രാൻസ്ഫർമേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇതാണെങ്കിൽ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ ഏതായിരിക്കും എക്സ് ഡാഷ് വൈ ഡാഷ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. ദാറ്റ് ഈസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, 1 മൈനസ് 1 അല്ലെ. എക്സ് മൈനസ് വൈ ആണ് ഇവിടെ, ഇതാണ് എക്സ് ഈക്വൽ ടു 1 ആണ്, നെക്സ്റ്റ് വൈ ഈക്വൽ ടു 1 ആണ്. ദെയർഫോർ ഈ ഒരു പോയിന്റിനെ 1 എന്ന പോയിന്റിനെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് 0, 2 എന്ന പോയിന്റിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്താ പറയാ, ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. അത് ഏത് ഫോമിലായിരിക്കണം, ഈ ഒരു ഫോമിലാണെങ്കിൽ, നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഈ ഒരു ഫോമിലാണെങ്കിൽ ഇത്തരം ട്രാൻസ്ഫർമേഷനെയാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ, എന്താണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ, ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഒരു R2-ൽ നിന്ന് R2-ലേക്ക്, അല്ലെങ്കിൽ R3-ൽ നിന്ന് R3-ലേക്ക്, അല്ലെങ്കിൽ R4-ൽ നിന്ന് R4-ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഈ ഒരു ഫോമിലായിരിക്കണം. മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. അപ്പൊ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയണമെങ്കിൽ ഏത് രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ, ഏത് ടൈപ്പിലുള്ള ട്രാൻസ്ഫർമേഷൻ ആയിരിക്കണം, ദാറ്റ് ഈസ് എ ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ഫോം എക്സ് ഡാഷ് ഈക്വൽ ടു a1x പ്ലസ് b1y, നെക്സ്റ്റ് y ഡാഷ് ഈക്വൽ ടു a2x പ്ലസ് b2y. ഈ ഫോമിലുള്ള ട്രാൻസ്ഫർമേഷനെയാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. അപ്പൊ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പറയാം, എ ട്രാൻസ്ഫർമേഷൻ ടി ഈസ് കാൾഡ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ, അല്ലെങ്കിൽ എ ട്രാൻസ്ഫർമേഷൻ ഫ്രം ടി ഈസ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാപ്പ് ഫ്രം Rn2 അല്ലെങ്കിൽ R2 ടു R2. ഈ ഫംഗ്ഷനെ, ഈ ട്രാൻസ്ഫർമേഷനെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, അത് ഈ ഒരു ഫോമിലായിരിക്കണം. അഥവാ ടി ഓഫ് എക്സ് കോമ വൈ ദിസ് ഈക്വൽ ടു സം a1x പ്ലസ് b1y കോമ സം a2x പ്ലസ് b2y, ഈ ഒരു ഫോമിലായിരിക്കണം. ഈ ഒരു ഫോമിലുള്ള ഏതൊരു ട്രാൻസ്ഫർമേഷനെയും നമ്മൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾസ് അറിയാലോ, എക്സാമ്പിൾസ് ഒരുപാട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി സിമ്പിൾ ഡെഫിനിഷൻ,
എന്താണ് ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ? ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷനെ നമുക്ക് എപ്പോഴാണ് ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ പറയാം? അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ പോലെ എഴുതാം അല്ലേ? ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ ഇതേതാണ്? ഇത് എക്സ് ഡാഷ് ആണ്. ഇതേതാണ്? ഇത് വൈ ഡാഷ് ആണ്. അഥവാ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഏത് ഫോമിലായിരിക്കണം? എക്സ് ഡാഷ് ഈക്വൽ ടു സം a1 എക്സ് പ്ലസ് b1 വൈ. അടുത്തത് വൈ ഡാഷ് ഈക്വൽ ടു a2 എക്സ് പ്ലസ് b2 വൈ. ഈ ഒരു ഫോമിലായിരിക്കണം. ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു ഫോമിലാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡാഷ് വൈ ഡാഷ് ഈ ഒരു കോളം മെട്രിക്സ് ഈക്വൽ ടു, ഇനി കോഫിഷ്യന്റ് മെട്രിക്സ് അല്ലെ, ഇവിടെ എഴുതിയിട്ടുള്ള ഇതിന്റെ കോഫിഷ്യന്റ് മെട്രിക്സ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് a1 നെക്സ്റ്റ് b1 a2 b2 ഇങ്ങനെ എഴുതാം അല്ലെ. ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? സം എക്സ് കോമ വൈ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ട്രാൻസ്ഫർമേഷനെ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതി. ക്ലിയർ ആണല്ലോ? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ, ഒരു ട്രാൻസ്ഫർമേഷൻ ഓർത്തോഗണൽ എന്ന് പറയാം? നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, അത് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കണം. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഈ ഒരു മെട്രിക്സിനെ, ഒരു സ്ക്വയർ മെട്രിക്സിനെ എപ്പോഴാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം? അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെ നമ്മൾ പറഞ്ഞേ? എന്താണ് ട്രാൻസ്ഫർമേഷൻ? എപ്പോഴാണ് ഒരു ട്രാൻസ്ഫർമേഷനെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം? എപ്പോഴാണ് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷനെ ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം? അല്ലെ? ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഏതൊരു ട്രാൻസ്ഫർമേഷനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ പോലെ ആയിരിക്കും അല്ലെ? അതിന്റെ ഡെഫിനിഷൻ തന്നെ ആ രീതിയിലാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? സം എക്സ് ഡാഷ് ഉണ്ടല്ലോ അല്ലെ, ഇത് നമുക്ക് എക്സ് ഡാഷ് എന്ന് എഴുതാം ഈക്വൽ ടു എ ഇൻറ്റു നെക്സ്റ്റ് സം എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഈ എ എന്ന മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിനെ, ഈ ട്രാൻസ്ഫർമേഷനെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും. എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്? ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അതേപോലെ എന്തായിരിക്കണം? ദിസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ. അതും നമുക്കറിയാം എ ഇൻ മെട്രിക്സിന്റെ കേസിൽ രണ്ട് മെട്രിക്സ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആവണമെന്നില്ല. അഥവാ എ എന്ന മെട്രിക്സിന്റെ കൂടെ ഞാൻ ബി ഇൻറ്റു ചെയ്തു, നെക്സ്റ്റ് അതേപോലെ ബി എന്ന മെട്രിക്സിന്റെ കൂടെ എ ഇൻറ്റു ചെയ്തു. നമ്മൾ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുന്ന പോലെ ശരിയാവണമെന്നില്ല എന്ത്? മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന്. നമ്മൾ 1 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാലും 2 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാലും ശരിയാണ്. 6 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാലും 3 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാലും ശരിയാണ്. കാരണം നമ്പേഴ്സ് എല്ലാം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ അങ്ങനെയല്ല. രണ്ട് മെട്രിക്സ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സെയിം ആവണമെന്നില്ല അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാലും ബി ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല. അതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കോമൺ ആയിട്ട് ജനറലി ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് പറയുമ്പോൾ, ഇവിടെ ഓപ്പറേഷൻ പറയുമ്പോൾ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റി കിട്ടണം. ഇത് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷെ മാറും അല്ലെ? പക്ഷെ മാറാൻ പാടില്ല. ഓർത്തോഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി കിട്ടണം. മാത്രമല്ല എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ഇങ്ങനെ രണ്ട് രീതിയിലും ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അത്തരം ട്രാൻസ്ഫർമേഷനെയാണ് എന്ത് പറയാം? ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ പറയാം. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചേ? ട്രാൻസ്ഫർമേഷൻ, ലീനിയർ ട്രാൻസ്ഫർമേഷൻ, ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ, എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് നമ്മൾ നോക്കി അല്ലെ? ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസിലേക്ക് പോവാം. ഒന്നുകൂടി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷനെ എപ്പോഴാണ് ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം? ദാറ്റ് ഈസ് എ ട്രാൻസ്ഫർമേഷൻ എക്സ് ഡാഷ് ഈക്വൽ ടു a1x പ്ലസ് b1y, y ഡാഷ് ഈക്വൽ ടു a2x പ്ലസ് b2y. ഓക്കെ, b2y. ഓക്കെ, ഇത് b2y എന്നാണ്. ഓക്കെ, ഇത് b2y. b2y ഇതിനെ ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയണമെങ്കിൽ ഇവിടെ എഴുതിയിട്ടുള്ള ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു കോഫിഷ്യന്റ് മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കണം അല്ലെ? ഓർത്തോഗണൽ മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ദാറ്റ് ഈസ് എന്താണ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ? എ സ്ക്വയർ മെട്രിക്സ് A is called orthogonal matrix if
എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ട്രാൻസ്പോസ് നമുക്കറിയാം അല്ലേ, ദറ്റ് ഈസ് 1 0. ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്താം. 1 0 -2 1. ഇത് എ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്ഫർമേഷൻ എ ട്രാൻസ്പോസ് എന്തായിരിക്കും, ദറ്റ് ഈസ് ഇത് എ ആണ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ സോറി എ ട്രാൻസ്പോസ് നമുക്ക് രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. എ പവർ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ഡാഷ് ഇങ്ങനെയും എഴുതാറുണ്ട്. ഇത് രണ്ടും എന്താണ്, ട്രാൻസ്പോസിന്റെ ഒരു ജനറൽ നൊട്ടേഷൻ ആണ്. അപ്പൊ ഇതിന്റെ എ എന്ന മെട്രിക്സ് ഇതാണെങ്കിൽ എന്താണ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് കോളംസ് റോ ആക്കിയിട്ട് എഴുതും അല്ലെ, റോ കോളംസ് ആക്കിയിട്ട് എഴുതും. ഇപ്പൊ ഫസ്റ്റ് റോ എന്താണ് 1 0 ആണ്, അത് ഫസ്റ്റ് കോൾ ആക്കിയിട്ട് എഴുതി. ഓക്കെ, സെക്കൻഡ് റോ എന്താണ് -2 1 അത് സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതി. ഇതാണ് എന്ത്, ദാറ്റ് ഈസ് ട്രാൻസ്പോസ്. ഇങ്ങനെ എ എന്ന മെട്രിക്സിന്റെ കൂടെ അതിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണോ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലേ, സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്താണ്, ഇവിടെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എ 1 0 -2 1 ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ ട്രാൻസ്പോസ് എന്താണ് 1 -2 0 1. എങ്ങനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് കോളം ഇൻറ്റു ഫസ്റ്റ് റോ, അതാണ് ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് എലമെന്റ്. ഇനി അതേപോലെ ഫസ്റ്റ് കോളം ഇൻറ്റു സെക്കൻഡ് റോ, അത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കിട്ടുന്ന എലമെന്റ് കിട്ടും അല്ലെ, നിങ്ങൾക്ക് അറിയാം, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 1 × 1 പ്ലസ് 0 × 0 എന്താ നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും അല്ലെ, 1 എന്ന് കിട്ടും. നെക്സ്റ്റ് 1 ഇൻറ്റു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 1 × -2 0 × 1 എന്താ നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് -2 എന്ന് കിട്ടും. ഇനി അടുത്തതോ -2 × -2 × 1 1 × 0 ദാറ്റ് ഈസ് നമുക്ക് വീണ്ടും എന്ത് കിട്ടും, -2 എന്ന് കിട്ടും. ഇനി അടുത്തതോ, അടുത്തത് -2 × -2 1 × 1 -2 × -2 4 ആണ്. നെക്സ്റ്റ് +1 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഇതാണ് ഈ മെട്രിക്സിന്റെ എയും എ ട്രാൻസ്പോസും ഇൻറ്റു ചെയ്തത്. ഐഡന്റിറ്റി മെട്രിക്സ് അല്ല കിട്ടുന്നത് അല്ലേ, ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആണോ, അല്ല അല്ലേ. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 ഇതാണ് ഐഡന്റിറ്റി 2x2 മെട്രിക്സിന്റെ കേസിൽ ഐഡന്റിറ്റി മെട്രിക്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്, എ എന്ന മെട്രിക്സിന്റെ കൂടെ അതിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടണം. അതേപോലെ എ ട്രാൻസ്പോസിന്റെ കൂടെ എ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ഇത്തരം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഓർത്തോഗണൽ മെട്രിക്സ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം അല്ലേ. ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എടുത്തു കഴിഞ്ഞാലോ, ഞാൻ എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് എടുത്തു. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു 1 0 0 1. ഓക്കെ, എന്നാണ് ഇതിന്റെ ട്രാൻസ്പോസ് വരിക, എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് 1 0 ഫസ്റ്റ് റോ എന്താണ് 1 0 ആണ് അല്ലേ, അത് ഫസ്റ്റ് കോൾ ആക്കിയിട്ട് എഴുതും. ഇനി സെക്കൻഡ് റോ 0 1 അത് സെക്കൻഡ് കോൾ ആക്കിയിട്ട് എഴുതി. അപ്പൊ എ ഇൻറ്റു എ ട്രാൻസ്പോസ് വീണ്ടും സെയിം മെട്രിക്സ് ആ. നിങ്ങൾ ഇത് രണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കേ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു ഇത് ട്രാൻസ്പോസ് ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 0 0 1 എന്ന് കിട്ടും. മാത്രല്ല എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 0 0 1 എന്ന് കിട്ടും. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് എല്ലാം എന്താണ്, ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഇത് നമുക്ക് അറിയുന്നതാ. ഇനി വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 0 0 0 0 1 0 -1 0 അല്ലേ. എന്താണ് എ ട്രാൻസ്പോസ് വരിക, എ ട്രാൻസ്പോസ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ ആക്കും, സെക്കൻഡ് റോ സെക്കൻഡ് കോൾ ആക്കും, തേർഡ് റോ തേർഡ് കോൾ ആക്കും. ദാറ്റ് ഈസ് 1 0 ദാറ്റ് ഈസ് 1 0 0 അടുത്തത് 0 0 1 ഇല്ലേ, അടുത്തത് 0 -1 0. ഇതാണ് എ ട്രാൻസ്പോസ് അല്ലേ. 1 0 0 നെക്സ്റ്റ് 0 0 1 നെക്സ്റ്റ് ശരിയാണ്. ഇനി എന്താണ് എ ഇൻറ്റു എ ട്രാൻസ്പോസ്, നമുക്ക് എന്ത് കിട്ടും, 1 0 0 നെക്സ്റ്റ് 0 0 1 0 -1 0 ഇൻറ്റു ഇൻറ്റു നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് 1 0 0 0 0 -1 0 1 0 അല്ലേ. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 ഇൻറ്റു എങ്ങനെ എഴുതുക, 1 × 1 പ്ലസ് 0 × 0 പ്ലസ് 0 × 0 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നത്, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും അല്ലേ. 1 + 0 + 0 എന്ന് കിട്ടും. ഇനി അടുത്തതോ, ദാറ്റ് ഈസ് 1 × 1 × 0 0 × 0 നെക്സ്റ്റ് 0 × 1 കംപ്ലീറ്റ് 0 കിട്ടും അല്ലേ. therefore ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടും. ഇനി അടുത്തതോ,
0 1 into 0 0 into -1 again 0 into something. നമുക്ക് എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഇവിടെയും 0 കിട്ടും. 1 0 0 എന്ന് കിട്ടി. ഇനി അടുത്തത് നെക്സ്റ്റ് 0 into 0 0 into 0 1 into 1. അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. സോറി, നമ്മൾ എഴുതുന്നത് ഈ റോ ഇൻറ്റു ഈ കോളം, അതാണ് ഇവിടെ എഴുതുക. ഈ റോ ഇൻറ്റു ഈ കോളം അതാണ് ഇവിടെ എഴുതുക. ഈ റോ ഇൻറ്റു ഈ കോളം അതാണ് ഇവിടെ എഴുതുക അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് എന്ത് കിട്ടും? 0 ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ 0 കിട്ടും, അടുത്ത് ഇവിടെ 1 എന്ന് കിട്ടും, അടുത്തതോ ഇവിടെ 0 എന്ന് കിട്ടും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അടുത്ത് 0 ഇൻറ്റു 1 ഇവിടെയും 0 കിട്ടും, നെക്സ്റ്റ് ഇവിടെയും 0 കിട്ടും, നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് എന്തായിരിക്കും? 0 ഇൻറ്റു ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 0 into 0 minus 1 into -1 that is +1 എന്ന് കിട്ടും അല്ലേ? പ്ലസ് നെക്സ്റ്റ് 0 into 0 ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 എന്ന് കിട്ടും. അപ്പൊ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് 3/3 മെട്രിക്സ് നമ്മൾ ചെയ്ത്. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, A ട്രാൻസ്പോസ് ഇൻറ്റു A ചെയ്ത് നോക്ക്, അപ്പോഴും നമുക്ക് കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് 3/3 ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഓർത്തോഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓർത്തോഗണൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ? ഇനി ഈ ഒരു മെട്രിക്സ് നോക്കാം. 2/2 മെട്രിക്സ് ആണ്. A ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എക്സ് കോസ് എക്സ്. എന്താണ് ഇതിന് ട്രാൻസ്പോസ് വരിക? A ട്രാൻസ്പോസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് കോസ് എക്സ് നെക്സ്റ്റ് സൈൻ എക്സ് നെക്സ്റ്റ് ഇവിടെ മൈനസ് സൈൻ എക്സ് ഇവിടെ കോസ് എക്സ് അല്ലേ? ശരിയല്ലേ? മൈനസ് സൈൻ എക്സ് നെക്സ്റ്റ് കോസ് എക്സ്. ശരിയാണ്. ഇനി ഇത് രണ്ടും ഒന്ന് ഇൻറ്റു ചെയ്യാം. നമുക്ക് ഇത് രണ്ടും ഒന്ന് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് A ഇൻറ്റു, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്നും കൂടി ലൈറ്റ് കളർ ഉണ്ട് എഴുതാം. ദാറ്റ് ഈസ് A ഇൻറ്റു A ട്രാൻസ്പോസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എക്സ് നെക്സ്റ്റ് കോസ് എക്സ് ഇൻറ്റു ഇൻറ്റു നെക്സ്റ്റ് ഇവിടെയോ കോസ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് നെക്സ്റ്റ് കോസ് എക്സ്. ശരിയല്ലേ? ഇത് രണ്ട് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ആണ്. ദെയർഫോർ കോസ് സ്ക്വയർ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ്. അടുത്ത് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി അടുത്ത് എന്തായിരിക്കും? കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് നെക്സ്റ്റ് ഇവിടെയോ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി അടുത്തതോ? ദാറ്റ് ഈസ് കോസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് നെക്സ്റ്റ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. അടുത്ത എന്തായിരിക്കും? സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എക്സ് നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. കോസ് എക്സ് മൈനസ് സോറി ഇവിടെ മൈനസ് ഉണ്ടാവില്ല അല്ലേ? ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഫസ്റ്റ് കോളം ശരിയാണ് അല്ലേ? ശരിയാണ് ശരിയാണ്. ഇവിടെ ഇതാണ് ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് നെക്സ്റ്റ് സൈൻ മൈനസ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇതാണ് ഫസ്റ്റ് റോ അല്ലേ? അത് ഫസ്റ്റ് കോൾ ആക്കിയിട്ട് എഴുതി. ഇതാണ് സെക്കൻഡ് റോ, അത് സെക്കൻഡ് കോൾ ആക്കിയിട്ട് എഴുതി. ശരിയാണ് ശരിയാണ് ഇത്. ഓക്കെ, ലാസ്റ്റ് കോളം അല്ലേ? നമ്മൾ ലാസ്റ്റ് കോളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ലാസ്റ്റ് കോളം എന്തായിരിക്കും? ഇതാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് അല്ലേ? ദാറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? കാരണം എന്താ? സൈൻ എക്സ് കോസ് എക്സ് ഇവിടെയും സൈൻ എക്സ് കോസ് എക്സ് ഇവിടെ അതേപോലെയാണ്. നമുക്ക് അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റിസൾട്ട് ആണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അത് 1 ആണ് അല്ലേ? ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇത് 1 ആണ് അല്ലേ? ദെർഫോർ നമ്മുടെ ഈ മെട്രിക്സ് എന്തായി? ദാറ്റ് ഈസ് 1 0 0 1 എന്നായി. ദെർഫോർ ഇതെന്താണ്? ഇതും ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് നമ്മൾ നോക്കി അല്ലേ? നെക്സ്റ്റ് എന്താണ് ട്രാൻസ്ഫർമേഷൻ? എന്താണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ? നെക്സ്റ്റ് എപ്പോഴാണ് ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ വരിക? എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്? ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയുള്ള ടോപ്പിക് എന്ന് പറയാനില്ല, കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ്. ലീനിയർ ട്രാൻസ്ഫർമേഷനും ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷനും ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഡൗട്ട്, ഏത് പോർഷൻ ആണ്. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് എക്സ്ട്രാ ഡിസ്കഷൻ ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജിലൂടെ പറയാം. ഓക്കെ.
താങ്ക് യു.